അപ്പൊ ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ തോട്ടട അമ്മുപ്പറമ്പ് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരാള് ചെടി വിൽക്കുന്നത് കണ്ടു കേട്ടോ, റോഡ് സൈഡിലായിട്ട്. അതും ഒരു ഓട്ടോ ഡ്രൈവറാണ്, എന്താണെന്ന് അറിയില്ല. നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ സിറ്റിക്കാരനാണ്. എന്തുണ്ട് സുഖം തന്നെ? എങ്ങനെ പേരെങ്ങനെ? അസറഫ് കൊറേ ആയോ ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്? ഓട്ടോ എടുക്കാത്ത 2.5 വർഷമായി. ഓട്ടോ എടുക്കുന്നത് ഇങ്ങനെ കാണലുണ്ട്, പക്ഷെ നമ്മള് തമ്മിൽ നേരിട്ട് അങ്ങനെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അല്ലെ. ഒരു കൊല്ലമായി ഞാൻ ഇങ്ങനെ ഓട്ടോ എടുക്കുന്നു, പക്ഷെ ഇതുവരെ ഞാൻ നേരിട്ട് ആളെ പരിചയപ്പെട്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ ഞാൻ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇങ്ങനെ നട്ടുച്ച ടൈം ഏകദേശം 12 മണി ആയിട്ടുണ്ടല്ലേ. 12 മണി സമയത്ത് ഇങ്ങനെ, ഇന്ന് ഞായറാഴ്ചയാണ്. എന്താ കാരണം എന്താ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഇവിടെ വെച്ച് വെക്കാനുള്ള കാരണം എന്താ? അങ്ങനെ വീട്ടില് പണി കുറവാ? ഓട്ടോന്റെ പൊതുവെ പണി കുറവാണ്. അതുമല്ല നമ്പറിന്റെ വിഷയം ഉണ്ടല്ലോ, കെ സി നമ്പറിന്റെ മുകളിൽ നമുക്ക് ഓടാൻ കഴിയില്ല. അതായത് കോർപ്പറേഷൻ പെർമിറ്റ് നമ്പർ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ അത് ഇത് മറ്റേത് പിന്നെ കൊടുത്തോ ഡബിൾ ചാർജ് ആണെങ്കിൽ അതും വാങ്ങാൻ പറ്റൂല. ഇല്ല അല്ലേ? ഇല്ല, നമ്മള് സിറ്റിയിൽ നിന്ന് പോയിട്ട് സിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അന്നേരം ടൗണിൽ നാളെ എടുക്കാനും പറ്റൂല, അതും പറ്റൂല. അപ്പൊ മൊത്തത്തില് പ്രശ്നം തന്നെയാണ്. മര്യാദക്ക് പണിയുമില്ല, ഇതുപോലുള്ള കുറെ നിയമങ്ങൾ. നമ്മള് ടൗണുകാരെ സംബന്ധിച്ചിടത്തോളം ടൗണിലുള്ളവർക്കാണെങ്കിൽ കെ സി പെർമിറ്റ്, കോർപ്പറേഷൻ പെർമിറ്റ് കൊടുക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടപ്പെട്ട ടൗണിൽ എന്ന് വെച്ചാൽ 1/2 കിലോമീറ്ററിന്റെ ഉള്ളിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് കെ സി ഇല്ലല്ലോ. ഇന്ന് കൊടുക്കും, നാളെ കൊടുക്കും, മറ്റേ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര 1 മാസം കഴിഞ്ഞില്ലേ. അവസാനമായിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഇവർ അതിന്റെ ഒരു തീരുമാനം പറയുന്നില്ല. അപ്പൊ ഇതുമാട്ടെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഞാനും കോർപ്പറേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത ആളായിരുന്നു ഈ ഒരു കാര്യത്തിനെ പറ്റി, കെ സി പെർമിറ്റിന്റെ കാര്യത്തിനെ പറ്റി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂർ ടൗൺ പരിസരത്ത് ജീവിക്കുന്നവർ, ഈ 1/2 കിലോമീറ്ററിനും 1 കിലോമീറ്ററും പരിധിയിൽ താമസിക്കുന്നവർക്ക് കെ സി നമ്പറുകൾ കൊടുക്കുന്നില്ല. സിവിൽ സ്റ്റേഷനാണ്. നമുക്ക് ടൗണിൽ ഓടാൻ കഴിയില്ല, എടുക്കാൻ പറ്റൂല. അപ്പൊ ഇത് കാണുന്ന കെ സി എന്നുള്ളത് അവരെ കുത്തകയായി. ആരത് യൂണിയൻകാര്. അപ്പൊ ഈ യൂണിയൻകാരാണ് മെയിൻ. അവർക്ക് ഇഷ്ടമുള്ള ആള് ടൗണിൽ എടുക്കാം, അല്ലാത്ത ആൾക്ക് എടുക്കുമ്പോ നീ അങ്ങനെ എടുക്കല്. നമ്മളോട് ചോദിക്കുന്നവനാ 40 കിലോമീറ്റർ അപ്പുറം ഉള്ളതാണ്. നമ്മൾ 1/2 കിലോമീറ്ററിന്റെ അകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ല, ആർക്കാരും കൊടുത്തോട്ടെ, നമ്പറുകൾ കൊടുത്തോട്ടെ. പക്ഷെ നമുക്ക് പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്പർ കൊടുക്കാന്ന് പറഞ്ഞിന്. പക്ഷെ ഇപ്പൊ പഴയ നമ്പറും ഇല്ല, പുതിയ നമ്പറും ഇല്ല. വെരിഫിക്കേഷൻ കഴിയട്ടെ, മറ്റേത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ എടുത്ത് കണ്ണൂർ ടൗണിൽ അനുഭവിക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ നിയമം എന്താണ്? എത്ര കിലോമീറ്റർ പരിധിയുള്ളവർക്കാണ് കെ സി നമ്പർ കൊടുക്കേണ്ടത്? എത്ര കിലോമീറ്റർ പരിധിയുള്ളവർക്കാണ്? അല്ല, അങ്ങനല്ല. നമ്മള് ടൗണിലുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ പരിധിയിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും കൊടുക്കണം, പുതിയ വണ്ടി എടുക്കുന്നവർക്ക്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ കൊടുക്കുന്നില്ല. ഇല്ല, ഇവർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ അഡ്രസ് നോക്കാണ്ടല്ലേ വെരിഫിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മര്യാദക്ക് ഓടാനും പറ്റുന്നില്ല. നമ്മൾക്കാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ചാർജും അതും വാങ്ങാൻ പറ്റുന്നില്ല അല്ലെ. ആ ഒരു കാരണത്താല് തന്നെ നമുക്കിപ്പോ മര്യാദക്ക് ഓടാൻ പറ്റുന്നില്ല, പണിയുമില്ല അല്ലെ. നമുക്ക് എപ്പോഴും സിറ്റിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും കടലായി ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാലും 3-4 കിലോമീറ്ററിന്റെ പരിധിയിൽ നിന്ന് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ കാലി അടിച്ചിട്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ കഴിയില്ല. മെയിൻ സിറ്റി ഭാഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം തീരെ വരാൻ കഴിയില്ല, നഷ്ടമാണ്. പിന്നെ ഓടുന്നതിൽ അർത്ഥമില്ല, വണ്ടി ഓടുന്നതിൽ അർത്ഥമില്ല. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരിൽ അധികാരികൾ ഉണ്ടെങ്കിൽ, ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് വേണ്ടുന്ന നടപടി പെട്ടെന്ന് തന്നെ കൈക്കൊള്ളുക. അതുപോലെ ആളിപ്പം ഈ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ വെച്ച് വിൽക്കാനുള്ള കാരണം ഇതുവരെ വീട്ടിൽ വെച്ച് വിറ്റതല്ല അല്ലെ. അപ്പം ഇങ്ങനെ റോഡ് സൈഡിൽ വന്നിട്ട് ഇപ്പം പിന്നെ വിൽക്കാനുള്ള കാരണം ഒരു വണ്ടി എടുത്തിട്ടും അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാരണത്തോ പാർക്കാനും പറ്റുന്നില്ല. പാർക്കിംഗ് തന്നത് 10 കിലോമീറ്റർ ആയി ഇപ്പുറം തോട്ടടില്ല. ഞാൻ 10 കിലോമീറ്റർ ഇങ്ങോട്ടും വരണം, 10 കിലോമീറ്റർ അങ്ങോട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള യൂണിയൻകാർ വെക്കാൻ വിടും ഇല്ല. നമ്മൾ ഇവിടെ 100-400 കുടുംബങ്ങളുണ്ട്. മൊത്തത്തിൽ പേര് കണ്ണൂരിൽ എവിടെയും ഓടാം, പക്ഷെ കണ്ണൂരിലാണെങ്കിൽ എവിടെയും വെക്കാനും എവിടെയും വെക്കാൻ വിടൂല. അതിന്റെ ഒരേ കാലിങ്ങനെ ഓടിക്കൊണ്ടൊക്കെ വേണ്ട. ഞാനത് കുറെ ചിന്തിച്ചതാണ്. 1 വർഷമായിട്ടേ ഉള്ളൂ ഞാനിപ്പോ ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട്, ഏകദേശം 1 കൊല്ലം. അപ്പൊ ഞാനും ചിന്തിച്ച ഒരു കാര്യമായിരുന്നു, ഈ പറയുന്നതെല്ലാം കണ്ണൂരിൽ എവിടെയും ഓടാം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾ കേരള പെർമിറ്റ് വന്ന്, പക്ഷെ എവിടെയാണെങ്കിലും വെക്കാനും പറ്റുന്നില്ല.
കണ്ണൂരിൽ എവിടെയും വെക്കാനും പറ്റുന്നില്ല. 2-3 കിലോമീറ്റർ പരിധിയിൽ എല്ലായിടത്തും ഓട്ടോ സ്റ്റാൻഡും അവിടെയാണെങ്കിൽ എല്ലാവരും കയ്യേറിയ പോലെ. മറ്റുള്ളവർ പുറത്തുനിന്ന് വന്ന് പിന്നെ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മീറ്റർ പൈസക്ക് ഓടുന്നത് KC നമ്പർ ഉള്ളവർ മീറ്ററും പകുതിക്കാണ് ഓടുന്നത്. അത് വ്യക്തമായിട്ട് ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. മറക്കാറടി വരണമെങ്കിൽ മീറ്ററും പകുതി കൊടുക്കണം. കയ്യിൽ കഴിഞ്ഞാല് മീറ്റർ പരിധി സിറ്റി കഴിഞ്ഞാൽ ഇല്ലാന്നാ പറഞ്ഞത്. മീറ്റർ ഇപ്പൊ നമ്മളെ പണ്ടത്തെ മുനിസിപ്പാലിറ്റി അനുസരിച്ചിട്ട് കുറുവപ്പാലം വരെ മീറ്റർ ചാർജാണ് അല്ലേ, താഴ്ച പാലം വരെ മീറ്റർ ചാർജാണ്. അത് കഴിഞ്ഞിട്ടാണ് മീറ്ററും പകുതി വാങ്ങുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ സിറ്റി കഴിഞ്ഞാൽ മീറ്ററും പകുതി വേണം. മൈതാനപ്പള്ളിക്ക് ട്രിപ്പ് വിളിച്ചു ടൗണിൽ നിന്ന്. എന്നോട് എൻ്റെ വണ്ടിയിൽ കയറിയ ഒരു വ്യക്തിയാന്ന് പറഞ്ഞത് മൈതാനപ്പള്ളിക്ക് ട്രിപ്പ് വിളിച്ചാൽ ഡ്രൈവർ എത്ര വാങ്ങാം. ഞാൻ പറഞ്ഞു മീറ്റർ ചാർജാണ്. അല്ല, എന്നോട് മീറ്ററും പകുതിയാന്ന് വാങ്ങിയത്. അത് സ്റ്റാൻഡിലുള്ളവർ അപ്പൊ എന്താ വിചാരിക്കും, സിറ്റിയിൽ നിന്ന് വന്നിട്ട് പോകുന്നവന്റെ വണ്ടി കയറാം, അവന്റെ വണ്ടിയിലാവുമ്പോൾ മീറ്റർ പൈസക്ക് അവിടെ നാട്ടിലെത്തുമല്ലോ. പക്ഷെ നമ്മൾ കയറ്റിയിട്ട് വരുമ്പോൾ RTO മറ്റുള്ളവർ തടഞ്ഞിട്ട് നീ ഏടെ നാളെ ഇട്ടേ. ആക്ച്വലി ഇത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവരെ കൊണ്ടാണ് കൂടുതലും പണി കൂടുതൽ വരിക. അപ്പം എല്ലാ മേഖലയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതിലും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. ഇല്ല, എൻ്റെ അടുത്തില്ല, ഇന്നില്ല. അപ്പം അതാണ് സംഭവം. ആക്ച്വലി ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലേ പാസ് ചെയ്യുന്ന ടൈം അറിയുന്ന ആളായത് കൊണ്ട് തന്നെ മുഖപരിചയമുള്ള ആള് എന്നുള്ള നിലക്ക് ആൾക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കൂടി സത്യത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വേണ്ടപ്പെട്ട അധികാരികൾ ഈ ഒരു കോർപ്പറേഷൻ പെർമിറ്റിന്റെ ഇതിന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയില്ലല്ലേ, തീരെ പണിയില്ലാന്ന് തന്നെ പറയാം. ഇത് ലോണാണോ? ഓട്ടോറിക്ഷ ലോണാണോ? അപ്പം ഈ ഒരു ഓട്ടോറിക്ഷ ആള് ലോൺ എടുത്തതാണ്. ഫുൾ ലോണാണ്. അപ്പം ഫുൾ എമൗണ്ട് ലോണിന് വണ്ടി എടുത്തിട്ട് മര്യാദയ്ക്ക് ഓടി പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെടികൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ ചെടികൾ വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും അവരവരുടെ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായും ഇതുവഴി വരുന്നവരുണ്ടെങ്കിൽ, ഇതുവഴി വരുന്നവരും പോകുന്നവരും ഉണ്ടെങ്കിൽ തീർച്ചയായും ആളെ സപ്പോർട്ട് ചെയ്യാം അല്ലേ. വെറുതെ പറയണ്ടോ? അതൊക്കെ അത്രയും അറിയാണല്ലോ. ടൗണിൽ ജീവിക്കുന്ന ആൾക്ക് പെർമിറ്റ് എത്രയും പെട്ടെന്ന് ടൗൺ പെർമിറ്റ് കൊടുക്കണമെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒഴിവുണ്ട് ഇഷ്ടംപോലെ. 400-500 നമ്പർ ഒഴിവുണ്ട്. അത് കൊടുക്കാൻ ഞാൻ അറിഞ്ഞിടത്തോളം ഇവര് പറയുന്ന കാരണം നേരാ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കോർപ്പറേഷനിൽ സംസാരിച്ചുകൊണ്ടാണ്. ഇവര് പറയുന്ന കാരണം നേരാ. അതിന് സത്യത്തില് പിന്നെ എന്താ പറയുക, ഒരു ലോജിക്കില്ല പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ട്രാഫിക് കൺട്രോളിങ് മാനേജ്മെന്റ് ഉണ്ട് പോലും. അപ്പൊ അവര് കൂടി തീരുമാനിച്ചാൽ പോലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വണ്ടികൾ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും പോലും. അപ്പൊ എനിക്ക് അവരോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം ഓട്ടോറിക്ഷകളാണോ അല്ല പ്രൈവറ്റ് വണ്ടികളാണോ? നിങ്ങളെ വീട്ടിന്റെ പരിസരത്ത് എത്ര വീടുകളിൽ ഓട്ടോറിക്ഷയുള്ള ആൾക്കാരുണ്ടാവും? അതേ സ്ഥാനത്ത് വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട്. ടൗണിൽ ജീവിക്കുന്ന ഞാനിപ്പോ തളിപ്പറമ്പ് കൂത്തുറമ്പ് പോയിട്ട് എനിക്ക് പണിയെടുക്കാൻ കഴിയോ? ഇല്ല. അവിടെ നാളെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അവര് സമ്മതിക്കോ? ഇല്ല. പിന്നെ എന്ന് വെച്ചാല് പിന്നെ പെർമിറ്റ് നമുക്ക് തോട്ടത്തെ തന്നു കഴിഞ്ഞാൽ തോട്ടത്തെ എങ്ങനെ ഞാൻ എടുക്കാം? ഞാൻ ഇവിടെ വന്നിട്ട് പോകുമ്പോ ആരെങ്കിലും എടുക്കാന്നല്ലാണ്ട് എനിക്ക് ഇവിടെ വെച്ചിട്ട് എടുക്കാൻ കഴിയും എവിടെയെങ്കിലും? ഇല്ല. പെർമിറ്റ് തന്ന് ഓക്കെ, അതായത് പെർമിറ്റ് തന്ന സ്ഥലത്ത് നിന്ന് വെച്ച് ഓടാനുള്ള സൗകര്യം ചെയ്തിരുന്നുമില്ല. പിന്നെന്ത് ചെയ്യാ? അപ്പൊ ഞാൻ ചോദിച്ച കാര്യം എന്താ പറയാ അവരോട്, ഇപ്പൊ നമ്മളൊക്കെ വീടുകളുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ എനിക്ക് ഓട്ടോ ഉണ്ട്. പക്ഷെ ഒരു 10-15 വീടുകളിൽ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഓട്ടോ ഉള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ. ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാകാനുള്ള കാരണം പ്രൈവറ്റ് വണ്ടികളല്ലേ, ഓട്ടോറിക്ഷകളല്ലോ. അതിനല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു കാരണം. അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യും. ഓട്ടോറിക്ഷ കമ്പനിക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇവിടെ ട്രാഫിക് കൂടുതലാണ്, നിങ്ങൾ വണ്ടി ഇറക്കി സ്റ്റോപ്പ് ആക്കി മാനുഫാക്ചറിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും അല്ലേ. അതല്ലേ വേണ്ടുന്നത്. വണ്ടി ഇറങ്ങുന്നതുകൊണ്ടല്ലേ ആള് വാങ്ങുന്നത്. ഇതിപ്പോ ഇവര് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് വണ്ടികളെക്കാട്ടിയും കൂടുതൽ ഓട്ടോറിക്ഷകൾ ഉണ്ട് എന്നുള്ള നിലക്കാണ് ഇവര് സംസാരിച്ചു വരുന്നത്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അവര് പറയുന്നത്, കാരണങ്ങൾ അവര് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത് വേണ്ടപ്പെട്ട
നടപടിക്രമങ്ങൾ ഒന്ന് കൈക്കൊള്ളുക. അതുപോലെ തന്നെ ഈ ഒരു വഴി പോകുന്നവരും വരുന്നവരും ഉണ്ടെങ്കിൽ, അതായത് തോട്ടട അമ്മുപ്പറമ്പിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് നിങ്ങളുടെ പേരെന്തേലും അഷ്റഫിക്ക, നമ്മുടെ അഷ്റഫിക്ക കുറച്ച് ചെടികൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, അപ്പം ഇതുകൂടി പറയാൻ പറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തില് സത്യം.